അൻവർ കൂടുതൽ ആരോപണങ്ങൾ ആ വേദിയിൽ ഉന്നയിക്കുകയുണ്ടായി. അതിൽ പുതിയതായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ചേലക്കര അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM BJP ഡീൽ എന്നുള്ളൊരു പുതിയ ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. പാലക്കാട് CPM BJPക്ക് വോട്ട് മറിക്കും, അവിടെ BJPയെ ജയിപ്പിക്കാൻ കച്ചവടം ഉറപ്പിച്ചു. അതേസമയം തന്നെ ചേലക്കര മണ്ഡലത്തിൽ BJPയുടെ വോട്ട് CPMന് ലഭിക്കും. അങ്ങനെ ഒരു കച്ചവടം ഉണ്ടാക്കി. ആ കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കച്ചവടത്തിന് പിന്നിലും അജിത് കുമാർ ആണെന്നുള്ള ഒരു പുതിയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ ഈ ആരോപണത്തോടൊപ്പം നമ്മൾ ഇപ്പോൾ ചേർത്ത് വെക്കേണ്ട ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിലെത്തി. അദ്ദേഹം അങ്ങനെ സാധാരണഗതിയിൽ അവിടെ വരേണ്ടതല്ല. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഏറെ നാളത്തെ അനിശ്ചിതത്വം, തർക്കം, ചർച്ച, DGPയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഒടുവിൽ അജിത് കുമാറിനെ, തൻ്റെ വിശ്വസ്തനായ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയാണോ, സസ്പെൻഡ് ചെയ്യുകയാണോ തുടങ്ങിയ നടപടികളുടെ വിശദാംശങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. സർക്കാർ ഉത്തരവ് ഇന്നു തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി രാത്രി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെത്തി. അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ DGP അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് വിശദീകരണം നൽകിയിരുന്നു. DGPയുടെ റിപ്പോർട്ട് ഇന്നലെയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി ഇന്നാണ് ആ റിപ്പോർട്ട് കണ്ടത്. ഇന്ന് രാവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായും പ്രൈവറ്റ് സെക്രട്ടറിയുമായും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. എന്ത് തരത്തിലുള്ള നടപടിയാണ് അജിത് കുമാറിനെതിരെ എടുക്കേണ്ടത്, ഈ നടപടി എടുത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ നാളെ വീണ്ടും നിയമസഭ ആരംഭിക്കാനിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് അവിടെ എത്തണമെങ്കിൽ, CPI മന്ത്രിമാർക്ക് അവിടെ എത്തണമെങ്കിലൊക്കെ അജിത് കുമാറിനെതിരെ ഒരു നടപടി ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈവിടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അജിത് കുമാറിനെതിരെ എന്ത് തരത്തിലുള്ള നടപടിയെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല അവലോകന യോഗത്തിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നു. ശബരിമലയിലെ ചീഫ് കോർഡിനേറ്ററാണ് MR അജിത് കുമാർ. അദ്ദേഹത്തെ ആ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ തന്നെ സൂചനകൾ വ്യക്തമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടാണ് ആ യോഗത്തിൽ നിന്നും MR അജിത് കുമാർ വിട്ടുനിന്നത്. എന്തായാലും വിശ്വസ്തനെതിരെ വളരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണോ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ സർക്കാർ ഉത്തരവ് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാനാകും. ലിബീഷ്, അതേസമയം തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ അവിടെ തുടരുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേക്കുമെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത് ADGP ക്രമസമാധാന പാലനത്തിൽ അല്ലെങ്കിൽ RSSുമായുള്ള ബന്ധം ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായ സ്ഥിതിക്കായിരിക്കില്ലേ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്? MR അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിലാണ്. MR അജിത് കുമാർ തൃശ്ശൂരിൽ RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം RSS നേതാവായ റാം മാധവിനെ തിരുവനന്തപുരത്ത് വെച്ചും അദ്ദേഹം കണ്ടിരുന്നു. അത് തൃശ്ശൂർ പൂരം നടക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് ആ കൂടിക്കാഴ്ച നടന്നത്. തൃശ്ശൂരിൽ RSSൻ്റെ ഒരു പരിപാടിയിൽ പാറേമക്കാവിൽ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ചയിലാണ് പങ്കെടുത്തത്. കോവളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് റാം മാധവനെ കണ്ടത്. അതിനുശേഷം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുകയുണ്ടായി. തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിലുണ്ടായ സംഭവങ്ങൾ ഭക്തരെ നല്ല രീതിയിൽ സ്വാധീനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കെയാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൽ ആ സംഭവം വലിയ രീതിയിൽ ചർച്ചയാക്കി BJP ഉയർത്തിക്കൊണ്ടുവന്നു. BJPയെ സഹായിക്കാനാണ് ഇങ്ങനെയൊരു ആസൂത്രണം അവിടെ നടന്നത് എന്നുള്ള ആരോപണം വളരെ വ്യാപകമായി തന്നെ ഉയർന്നു. CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറാണ് തൃശ്ശൂരിൽ മത്സരിച്ചത്. CPI ഈ വിഷയം വളരെ സജീവമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു. അവർക്ക് ഈ വിഷയം അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാവുന്ന ഒരു നിലയിൽ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. CPIയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. അവരുടെ സംഘടനയ്ക്കകത്ത് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ, കൗൺസിലിൽ, തൃശ്ശൂർ ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ ചർച്ചയായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു നടപടി, ഈ പൂരം അലങ്കോലമാക്കലിൽ വളരെ ശക്തമായ നടപടി അതിൻ്റെ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വേണമെന്നുള്ള നിലപാട് CPI
തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പൂരം ആക്കിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വാദം CPI തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ PV അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി ADGP MR അജിത് കുമാറിനെതിരെ മുന്നോട്ട് വന്നത്. വളരെ ശക്തമായ ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ചു. അതിൽ കൊലപാതകം മുതൽ സ്വർണ്ണക്കടത്ത് മുതൽ അങ്ങനെ വളരെ ശക്തമായ ആരോപണങ്ങളാണ്, ഗുരുതരമായ ആരോപണങ്ങളാണ് ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവർ കഴിഞ്ഞ ഒരു മാസം മുൻപ് ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങളും PV അൻവർ ഉന്നയിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കുന്നു, CPI ഉന്നയിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിലെല്ലാം അന്നു മുതൽ ഇന്ന് വരെ എടുത്ത നിലപാട് ഒന്ന് തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം വന്നാൽ ഉടനടി തന്നെ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമല്ല, ഇടതുമുന്നണിയുടെ നയമല്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും നടപടിയെടുക്കുമെന്നാണ് തുടക്കം മുതൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ADGPക്കെതിരായുള്ള അന്വേഷണത്തിന് DGPയെ ചുമതലപ്പെടുത്തിയത്. DGPക്കും ഈ അജിത് കുമാറിൻ്റെ പല നടപടികളോടും തുടക്കം മുതൽ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം DGP പരിശോധിച്ചു. അജിത് കുമാറിനെതിരെ മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുള്ള അന്വേഷണം, വിജിലൻസ് ADGPയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മറ്റ് കേസുകളിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണമുണ്ട്. അങ്ങനെ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണമുണ്ട്. അങ്ങനെ വളരെ സജീവമായ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലാണ് DGP ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അജിത് കുമാറിനെതിരെ ശക്തമായൊരു നടപടി ഇപ്പോൾ എടുക്കാൻ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നിർബന്ധിതമായിരിക്കുകയാണ്. ദിവസം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണോ മനസ്സിലാകുന്നത്? മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങി. ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു ഉത്തരവുണ്ടായിരിക്കും. മുഖ്യമന്ത്രി ഉത്തരവിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഉത്തരവ് ഉണ്ടാകും. ADGP MR അജിത് കുമാറിനെതിരെ എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം കാത്തിരിക്കുകയാണ്. നേരത്തെ ഈ വിശദമായ ഒരു കൂടിയാലോചന മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവരുമായൊക്കെ നടത്തിയിരുന്നു. രാവിലെ ക്ലിഫ് ഹൗസിലേക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തി. MR അജിത് കുമാറിനെതിരെയുള്ള DGPയുടെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചർച്ചയായി. ഏത് തരത്തിലുള്ള നടപടിയാണ് വേണ്ടത് എന്ന വിഷയം ചർച്ചയായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിനായുള്ള കാത്തിരിപ്പാണിനി. ശരി, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിൽ. സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നടപടി DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെ. വിവരങ്ങൾ നൽകുകയായിരുന്നു ലിബേഷ്. എന്തുകൊണ്ട് സ്വിട്രസിന് മാത്രം ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ ലക്ഷറി ടൂർ പാക്കേജ് ഓഫർ ചെയ്യാൻ കഴിയുന്നു? ഇടനിലക്കാരില്ലാതെ നേർക്കുനേരെ യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ